ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ബ്ലോക്ക് എലമെന്റ് എന്താണ്, ഇൻലൈൻ എലമെന്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ബ്ലോക്ക് എലമെന്റ് എന്താണെന്നുള്ളത് പ്രോപ്പറായി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഞാൻ എന്ത് ചെയ്യാം, ഒരു നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ. ആ സ്ക്രീനിൽ കാണുന്നത് ഞാൻ തൽക്കാലം കമൻറ്റ് ചെയ്ത് വെക്കാണ്. കമൻറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അതും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കമൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു കോഡ് ഇവിടെ ഉണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ട്, പക്ഷെ അത് ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യാൻ പാടില്ല. ഒരു സിറ്റുവേഷൻ വരാണ്, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് കമൻറ്റ് ചെയ്ത് വെക്കാം. രണ്ട് രീതിയിൽ കമൻറ്റ് ഉണ്ട്, സിംഗിൾ ലൈൻ കമൻറ്റും അതേപോലെ മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റും ഉണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഈ സ്ക്രീനിൽ കാണുന്ന H1 അതായത് 9 to 14 ലൈൻ വരെ, അതായത് 9ാമത്തെ ലൈന് മുതൽ 14ാമത്തെ ലൈന് വരെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടം വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ Ctrl/ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമാൻഡ്/, അതായത് മറ്റേ മാക്ക് ഉപയോഗിക്കുന്ന ആണെങ്കിൽ കമാൻഡ്/ എന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ. ഇതാണ് മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റ്. ഈ കമൻറ്റ് വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചത്, ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇവിടെ കണ്ടോ. കോഡ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ റണ്ണായിട്ടില്ല, ഒന്നും റണ്ണായിട്ടില്ല അല്ലേ. ഇനി നമുക്ക് എന്താണ് സിംഗിൾ ലൈൻ കമാൻഡ് എന്നുള്ളത് നോക്കാം. ഇനി സിംഗിൾ ലൈൻ വെച്ചാൽ ഈ വെൽക്കം ടു വെസ്ല എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, കാണണ്ട. അപ്പോൾ അത് മാത്രം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടി Ctrl/ അല്ലെങ്കിൽ OS ആണെങ്കിൽ മറ്റേ iOS മാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേ കമാൻഡ്/ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം കമാൻഡ്/ കൊടുത്തു, അല്ലെങ്കിൽ Ctrl/ കൊടുത്തതിന് ശേഷം ഇനി ഞാൻ എഴുതാൻ പോകുന്ന ഒരു സെക്ഷൻ വെച്ചാൽ എന്താണ് ബ്ലോക്ക് എലമെൻറ്റും ഇൻലൈൻ തമ്മിൽ വ്യത്യാസം എന്താ, അതായത് അത് രണ്ടും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു എക്സാമ്പിളാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാൻ div എന്നുള്ള ഒരു ടാഗ് ഉണ്ട്, ആ div എന്നുള്ള ടാഗ് ഇട്ടിട്ട് div എന്നുള്ള ടാഗ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഒരു H1 ടാഗിൽ ഞാൻ ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ എന്ന് എഴുതുന്നു. ഒന്ന് ആ ഒരു div ഇട്ട് എഴുതി. പിന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, അതേ ഡിവിനെ കോപ്പി ചെയ്തിട്ട് വീണ്ടും താഴത്തെ എഴുതാണ്. ഇത് ഞാൻ ദിസ് സെക്കൻഡ് ലൈൻ എന്ന് എഴുതുന്നു. ദിസ് ഈസ് സെക്കൻഡ് ലൈൻ. എവിടെയും ദിസ് ഈസ് സെക്കൻഡ് ലൈൻ എന്നുള്ളത് എഴുതാണ്. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ, ദിസ് ഈസ് സെക്കൻഡ് ലൈൻ എന്നുള്ളത് താഴത്ത് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, കാരണം ഇത് ബ്ലോക്ക് എലമെൻ്റ് ആണ്, അത് div എന്നുള്ളത് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് div എന്ന് വെച്ചാൽ നമുക്കൊരു പോർഷൻ, ഒരു ബോക്സ് ആണ്, അങ്ങനെ ഒരു കണ്ടെയ്നർ ആണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടാവും, ഈ ബോക്സിലാണ് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുക അല്ലേ. അതുപോലെയാണ് ഇതും. നമുക്ക് എന്തെങ്കിലും ഒരു പോർഷൻ ആക്കി ചെയ്യണം, അതായത് ഒരു പോർഷൻ വേറെ തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ കിച്ചണിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പാത്രം എടുത്ത് വെക്കാൻ വേണ്ടി വേറൊരു ബോക്സ്, പിന്നെ അതുപോലെ ഈ പറഞ്ഞ മല്ലിപ്പൊടി അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കാൻ വേറെ ബോക്സ് ചെയ്യുമല്ലേ. അതേപോലെ നമുക്കൊരു വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ കാണും നാവ് ബാർ ഒരു ഭാഗമാണ്, ഫൂട്ടർ ഒരു ഭാഗമാണ്. അത് ഫൂട്ടർ എന്ന് വെച്ചാൽ ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് ഈ മറ്റേ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്കിൻ്റെ ലിങ്കൊക്കെ, അതായത് സോഷ്യൽ മീഡിയൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ഏറ്റവും എല്ലാ വെബ്സൈറ്റിലും എടുത്താലും ഏറ്റവും താഴത്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവും, അതാണ് ഫൂട്ടർ. പിന്നെ അതിൻ്റെ മുകളിൽ ഭാഗത്ത് ബാനർ, പിന്നെ നമുക്ക് ചില കാർഡ്സൊക്കെ കാണാൻ പറ്റും, ചില ഓരോന്ന് കാർഡ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഓരോ സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ ആക്കി വരും, ഒരു കണ്ടെയ്നർ ആക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റ് ആണ് div എന്നുള്ളത്. ആ div എന്നുള്ള ടാഗാണ് ഉപയോഗിച്ച് നമ്മൾ മൊത്തം ചെയ്യാൻ പോകുന്നതും. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ div എന്നുള്ളതാണ് എന്ത്, ബ്ലോക്ക് എലമെൻ്റ് എന്നത്. ആ ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ താഴത്ത് മുകളിൽ എന്നുള്ള രീതിയിൽ വന്നത്. ഇനി ആ ഡിവിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, നേരത്തെ കൊടുത്ത ഇമേജ് ടാഗ് കോപ്പി ചെയ്തിട്ട് അവിടെ ഇടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ ഇത് നേരെ വരും എന്നുള്ളത്. വരില്ല, കാരണം എന്താ വെച്ചാൽ ഡിവിൻ്റെ ഉള്ളിലാണുള്ളത്, മനസ്സിലായോ. ഡിവിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ ഡിവിൻ്റെ ഉള്ളിൽ ഈ H1 ടാഗ് എന്നുള്ളത് എന്താണ്,
ഒരു ബ്ലോക്ക് എലമെൻ്റ് ആണ്. ആ ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ടാണ് അത് താഴ്ത്തുന്നത്. അതായത് ദിസ് ഈസ് ഫസ്റ്റ് ലൈനുമായിട്ട് ഒരു ഇമേജ് വന്നു. ഇമേജ് എന്നുള്ളത് എന്താണ്? ഒരു ഇൻലൈൻ ആണ്. ഇനി ഇൻലൈൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു എ ടാഗ് ഇടാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു എ ടാഗ് ഇടുകയാണെങ്കിൽ ആ എ ടാഗ് എന്ത് ചെയ്യും? അതിൻ്റെ നേരെ വരും. അതായത് അപ്പുറത്തും ഇമേജും പിന്നെ അതുപോലെ തന്നെ എ ടാഗ് ഒന്നുണ്ടാവും. ദിസ് ഈസ് എ ടാഗ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ കൊടുത്തു, സേവ് ചെയ്തു. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമേജ് ആണിത്. ഇമേജിൻ്റെ തൊട്ടടുത്താണ് എന്തുള്ളത്? മറ്റേ ദിസ് ഈസ് എ ടാഗ് എന്നുള്ള ഒരു കൺസെപ്റ്റും ഉള്ളത്. മനസ്സിലായോ? ഇത്രയും വിടുത്തെടുക്കുകയുള്ളൂ എ ടാഗ് എന്നുള്ളത്. ഇനി എന്താ വെച്ചാൽ ഈ രണ്ട് ഡിവ് ഉണ്ട്. ആ ഡിവിൻ്റെ ഉള്ളിലാണ് നമ്മളെ സംഭവം, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇനി ഡിവിൻ്റെ ഏറ്റവും താഴത്ത് വേറൊരു IMG ടാഗ് ഇടാണ്. ഓക്കെ, IMG ടാഗ് ഇട്ടു. IMG ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? തൽക്കാലം അതേ ഇമേജിൻ്റെ സോഴ്സ് കോപ്പി ചെയ്യണേ. അതിന് ഞാൻ കോപ്പി ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ഇട്ടെടുത്തു. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ശരിക്കും നോക്കിയാൽ ഇവിടെയും എന്താണ്? ഈ ദിസ് ഈസ് സെക്കൻഡ് ലൈനിൻ്റെ താഴത്താണ് വന്നത്. കാരണം എന്താ? ദിസ് ഈസ് സെക്കൻഡ് ലൈൻ എന്നുള്ളത് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതുകൊണ്ട് ഫുൾ വെയിറ്റ് എടുത്തു. ഇമേജ് എന്നുള്ളത് ഇൻലൈനാണ്. ഇനി വേറെ ഒരു ഇമേജും കൂടി അവിടെ തന്നെ ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഇപ്പം എന്താ സംഭവിക്കുക? നിങ്ങൾ പറയും. ഇപ്പം സംഭവിക്കുക, ഈ രണ്ട് ഇമേജും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഒരേ ലൈനിലാണ് വരിക. കാരണം എന്താ വെച്ചാൽ വേണ്ട സ്പേസ് മാത്രം എടുത്തിട്ടുണ്ടാവും. ഒന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടോ? അപ്പുറത്തും ഇപ്പുറത്തായിട്ട് രണ്ട് ലൈന് ഇൻലൈന്. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡിവ്, എന്താണ് ബ്ലോക്ക് എലമെൻറ്റ്, എന്താണ് ഇൻലൈൻ എലമെൻറ്റ് എന്നുള്ളത് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡിവ് എന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ കളഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യണേ. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് വന്നു. ഇനി നമുക്ക് ഈ ഇമേജിൻ്റെ ഒരു സൈസ് ഒന്ന് കുറച്ച് കാണിക്കാം. ഓക്കെ, ആദ്യം അതാ ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമുക്കൊരു സംഭവം കൂടി ഉണ്ട്, സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട്. ഓക്കെ, സ്റ്റൈൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇമേജ് ടാഗിൻ്റെ ഉള്ളിലൊരു എന്ത് കൊടുക്കണം? സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ CSS ഉപയോഗിക്കുന്നത്. CSSനെ കുറിച്ച് ഞാൻ പറയാം, ഈ സ്റ്റൈലിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഈ വിടുത്ത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു 100 pixel എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്. തൽക്കാലം ഒരു പിക്സൽ. ഇങ്ങനെയാണ് സ്റ്റൈൽ കൊടുക്കുന്നത്, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു സ്റ്റൈൽ ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. ഓക്കെ, എന്ത് നോക്കിയോ? കണ്ടോ? ഒരു 100 pixel വെച്ചാൽ 100 pixel ആയപ്പോൾ എന്തായി? നമ്മുടെ സാമ്പിൾ എന്നുള്ള ഇമേജ് അത്രയും ചെറുതായി. അതിനുവേണ്ടി നമ്മൾ സ്റ്റൈൽ എന്നുള്ളത് കൊടുത്തു. ഇത് CSSൻ്റെ ഒരു ഭാഗമാണ്. CS നമ്മൾ തുടങ്ങിയിട്ടില്ല, നമ്മൾ പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ മുതൽ നമ്മൾ CSSും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റൈൽ എന്നുള്ള ആഡ് ചെയ്തിട്ട് വിടുത്തു 100 pixel. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 കൊടുത്തു നോക്കാം. ഒന്നുകൂടി വലുതാവും. കണ്ടോ? ഒന്നുകൂടി വലുതായി. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൊടുത്തൊന്ന് നോക്കുക. അതായത് വിടുത്ത് വലുതാവുന്നുണ്ടോ എല്ലാ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഒരു ടാഗും കൂടി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എന്താ ടാഗ് എന്ന് വെച്ചാൽ, നമുക്ക് ലിസ്റ്റിംഗ് ടാഗ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മൾട്ടിപ്പിൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ടാഗ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കാണാം. ഞാൻ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതായത് ഈ ലിസ്റ്റിംഗ് ടാഗ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ലിസ്റ്റിംഗ് ടാഗിൽ എന്തുണ്ട്? ഓർഡർ ലിസ്റ്റ് ഉണ്ട്, അൺഓർഡർ ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് വേറെ ടാഗ്സ് ഒക്കെ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ചിന്തിക്കുന്നുണ്ടാവും. അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതിന് വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനും കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് അതും നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും. അതിന് വേണ്ടി നമുക്കൊരു സൈറ്റ് ഉണ്ട്, W3 സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ആ W3 സ്കൂളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ HTML എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. ചില സംശയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിച്ച് തന്നെ കണ്ടോ, ആട്രിബ്യൂട്ട് എന്നുള്ളത് ഇവിടെ ഉണ്ട്. ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത് ഉണ്ട്. HTML ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫോർമേഷൻ അബൌട്ട് HTML എലമെൻറ്റ്സ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ അഡീഷണൽ ഇൻഫോർമേഷൻ ഒക്കെ തരുന്ന ഒരു സംഭവമാണ് ആട്രിബ്യൂട്ട് എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ട്രൈറ്റ്സ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലിസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടി ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ തിരഞ്ഞ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിസ്റ്റ് HTML ലിസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കണ്ടോ? ഇവിടെ തന്നെ ഉണ്ടാവും.
അൺഓർഡർ ലിസ്റ്റ് എന്താ, ഓർഡർ ലിസ്റ്റ് എന്താ, പിന്നെ ഓർഡർ ലിസ്റ്റ് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്താണ് അൺഓർഡർ ലിസ്റ്റ് എന്നുള്ളത്. ആ അൺഓർഡർ ലിസ്റ്റിൻ്റെ കോഡ് അടക്കം ഇവിടെ ഉണ്ടാവും. ഇവിടെ കണ്ടോ UL LI, ആ UL എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ദ HTML UL ടാഗ് ഡിഫൈൻസ് തന്നെ അൺഓർഡർഡ് ലിസ്റ്റ്, അതായത് ബുള്ളറ്റഡ് ലിസ്റ്റ്. അതായത് എന്തുകൊണ്ട് ബുള്ളറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അൺഓർഡർഡ് ലിസ്റ്റാണ് ഈ പറഞ്ഞ ബുള്ളറ്റ് എന്നുള്ള രീതി. കണ്ടോ ഈ ബ്ലാക്കിലൊരു ബുള്ളറ്റ് ആയിട്ട് ഇവിടെ ബുള്ളറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, LI ടാഗും കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ ബുള്ളറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അൺഓർഡർഡ് ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഓർഡർ ലിസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ട് ഓർഡർ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. കാരണം ഇവിടെ ട്രൈ ടു യുവർ സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ OL എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ UL എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൻ ഇതിൻ്റെ റൂട്ട് ടാഗ്, അതായത് റൂട്ടായിട്ടുള്ള ടാഗിൽ മെയിനായിട്ട് UL എന്നാണ്. UL എന്ന് വെച്ചാൽ അൺഓർഡർ ലിസ്റ്റ് എന്നാണ്. OL എന്ന് വെച്ചാലോ ഓർഡർ ലിസ്റ്റിനാണ്. അപ്പോൾ ഓർഡർ ലിസ്റ്റ് എന്ത് ചെയ്യും, ഈ 1 2 3 എന്നുള്ള ഓർഡർഡ് ആയിരിക്കും. അൺഓർഡർ വെച്ച് ഈ ബുള്ളറ്റിലത് ഓർഡറിൽ ഉണ്ടാവും. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല 1 കോഫി ടീ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് ഓർഡർ ലിസ്റ്റ്. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിനെ കോപ്പി ചെയ്ത് നേരെ എന്ത് ചെയ്യാം, നിങ്ങളെ കോഡിലേക്ക് പോയിട്ട് വീഡിയോ എഡിറ്റർ മറ്റേ കോഡ് എഡിറ്റർ പോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റർ നമ്മളെ സാവി ചിരിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇട്ടില്ല, നിങ്ങൾ കോഡ് എഡിറ്റർ, ആ കോഡ് എഡിറ്ററിലേക്ക് പോയി ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ നിങ്ങൾക്ക് കോഫി ടീ മിൽക്ക് എന്നുള്ള ഓർഡേർഡ് ആയിട്ട് വരും. ഇനി OL എന്ന് മാറ്റി നമുക്ക് UL എന്നാക്കിയാലോ, UL എന്നാക്കി കഴിഞ്ഞാൽ അത് അൺഓർഡർഡ് ലിസ്റ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ബുള്ളറ്റ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പഠിക്കുക, എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി. അതിനുവേണ്ടി നിങ്ങൾ എന്താ വെച്ചാൽ ഡെഡിക്കേറ്റഡ് ആയി ഇതിനു വേണ്ടി ഇരിക്കുക. അതായത് ഈ പറയുമ്പോൾ 2 വട്ടം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മടുപ്പ് വരും. അതായത് ഈ വീഡിയോ ആണെങ്കിൽ ശരി, പിന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് വെച്ചാൽ നല്ല മടുപ്പാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് ഒക്കെ നോക്കുമ്പോൾ മടുപ്പ് വരുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് നിങ്ങൾ റെഡിയാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലത്തോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതായത് കംഫർട്ടബിൾ ആവാത്ത സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഒരു ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അതായത് വേറെ എന്തെങ്കിലും ചിന്തകളോ കാര്യങ്ങളൊക്കെ വന്നാൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പോൾ അതിനു വേണ്ടി ഒരു സ്ഥലത്ത് പ്രോപ്പറായി ഇരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ പഠിച്ചാലേ മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ W3 സ്കൂളിൽ എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്യുക. A to Z എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കിയിട്ട് എല്ലാതും ഒന്ന് കവർ ചെയ്ത് നോക്കുക. ടാക്സ് അല്ലാത്ത ടാക്സൊക്കെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. കീപ് വാച്ചിങ്.